വെൽക്കം ടു ഡിലീഷ്യസ് ഡെലിക്കസീസ്. ബ്രെഡ് മഞ്ചൂരിയൻ ആണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഒരു ബൗളിൽ 1/4 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ക്യാരറ്റ്, പിന്നെ 1/4 കപ്പ് ക്യാബേജ്. ഇത്രയും എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മളൊരു 1.5 സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഈ പരിവാകുമ്പോൾ നമ്മൾക്ക് ഇനി ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഈക്വൽ പോർഷൻസ് എടുത്തിട്ട് ചെറിയ ഈക്വൽ സൈസിലുള്ള ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാ ബോൾസും ഇപ്പോൾ അതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. എന്നിട്ട് 3 ടീസ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1.5 ടീസ്പൂൺ സോയാ സോസ് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് മാറ്റി വെക്കണം. ഇനി നമ്മൾ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഓയിൽ ചൂടാകുമ്പോൾ ഓരോരോ ബോൾസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേക്ക്. എന്നിട്ട് ഇത് നമ്മൾക്ക് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒരേ കളറാകും വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുകയാണ് വേണ്ടത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഗ്രേവി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം പോകും വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം ഒരു ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ വലിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത് ഒത്തിരി അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുമ്പോൾ ഇത് തിക്കാവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബോൾസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഇതിനകത്ത് കിടന്നൊന്ന് കുക്കാവണം. കുറച്ചൊന്ന് തിക്കായി വരണം ഈ ഗ്രേവി. അത്ര നേരം നമ്മൾ ഇതിനകത്ത് ഈ ബോൾസ് ഇട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇത്രയും തിക്നെസ് വരുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബ്രെഡ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.